എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഡെസേർട്ടാണ് ഒരു ആപ്പിൾ ആൻഡ് ഡേറ്റ്സ് പുഡിംഗ്. വളരെ കുറച്ച് ചേരുവകളുണ്ട്, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ചേരുവകൾ നമുക്ക് നോക്കാം. പാല്, തേൻ, ബിസ്ക്കറ്റ് പൗഡറാക്കിയത്, ബട്ടർ, ഡേറ്റ്സ്, ഈന്തപ്പഴം കുരു കളഞ്ഞരിഞ്ഞത്, ആപ്പിള് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത്, അല്പം നാരങ്ങാനീര് ഒഴിച്ചത്. വളരെ കുറച്ച് ചേരുവകൾ, നമുക്ക് വീട്ടിലില്ലാത്ത ഒരു സാധനവും ഇല്ല ഇതിനകത്ത്. അപ്പം ഒരു ഡെസേർട്ട് വേണം, നമുക്ക് കുട്ടികളൊക്കെ ഡെസേർട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു പെട്ടെന്ന് മെയിൻ കോഴ്സ് കൊടുത്തു, ഈ ഡിന്നറിന് ഇന്നത്തെ ദിവസം തന്നെ ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. ആപ്പിളും ഡേറ്റ്സും കൂടി മിക്സ് ചെയ്യുക. അതിലോട്ട് അല്പം ഹണി, എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. മിക്സായി കഴിഞ്ഞു. അടുത്തത് ഒരു പാത്രത്തിലൊക്കെ അല്പം ബട്ടറും നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അല്പം പാല്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡെസേർട്ടാണ്. വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് വേണം, ഒരു മധുരം വേണം, ഒരു ഡിഫറൻ്റായ ഒരു മധുരം വേണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. പാല് നോക്കിയിട്ട് ഒട്ടും ലൂസാകാത്ത രീതിയിൽ, എന്നാലൊരു കസ്റ്റേർഡ് പരുവത്തിലാകത്തക്ക രീതിയിലൊരു പേസ്റ്റ് തയ്യാറാക്കുക. അതിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സും ഹണിയും ആപ്പിളും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡിയായി കഴിഞ്ഞു. അടുത്ത് നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ ഡെസേർട്ട് എത്ര പെട്ടെന്ന് ചെയ്യാവുന്നത്. വെറും 3 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഡെസേർട്ട് വീട്ടിൽ, അതും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. ഈന്തപ്പഴം കാണും, ആപ്പിൾ കാണും, ബിസ്ക്കറ്റ് കാണും, പാല് കാണും, തേന് ഒക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന. ഇപ്പോൾ ബട്ടർ ഒക്കെ മിക്കവാറും ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ കാണും. അതല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും, തൊട്ടടുത്ത കടയിൽ തന്നെ കിട്ടും ഇതെല്ലാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡെസേർട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ എളുപ്പത്തിൽ ചെയ്യാവുന്ന രുചികരമായ വിഭവങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.